ഹലോ, എല്ലാവർക്കും നൂറാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഇത് പഴയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നൊയമ്പിനെടുത്ത വീഡിയോ ആണ്. ഇതുവരെ എനിക്കിത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാനിത് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. വോയിസ് മാത്രം കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ദിവസം നമുക്ക് ഇഫ്താറിന് എവിടെയെങ്കിലും പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് സെയ്ത്തൂൻ അല്ലെങ്കിൽ MRA അല്ലെങ്കിൽ കാലിക്കറ്റ് നോട്ട്ബുക്ക് അങ്ങനെ നമ്മൾ നോർമലി പോകാറുള്ള ഹോട്ടലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് തന്നെ പ്രീ ബുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. ഇത് IBIS ദോഹയാണ്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഇവിടെ വന്നത്. ഇതൊരു സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തും എല്ലാം. അതേപോലെ തന്നെ ഫുഡാണെങ്കിൽ നല്ല ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് എടുക്കുകയാണ്. മോൾക്കാണെങ്കിലും ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ആദ്യം ചോദിക്കുന്നത് പൂളിൽ കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അവൾക്ക് ഫുഡൊന്നും അത്ര അവൾ കഴിക്കാറില്ല. പക്ഷേ പൂളിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും ഇങ്ങനെയുള്ള ഹോട്ടലിൽ പോകണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോ അതിൻ്റെ ആംബിയൻസൊക്കെ നല്ല സൂപ്പറായിരുന്നു കാണാനായിട്ട്. മലയാളീസിനെയൊക്കെ ഞാൻ കുറച്ചൊക്കെ കണ്ടു. ബാക്കിയൊക്കെ ഇവിടെയൊക്കെയുള്ള നാഷണാലിറ്റീസും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഒരു ഭംഗിയിൽ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫുഡിൻ്റെ സെക്ഷനാണിത്. കുറേ ഉണ്ടായിരുന്നു, സ്വീറ്റ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. നല്ല കേക്കും അതേപോലെ തന്നെ പേസ്ട്രീസ്, കുറേ ഐറ്റംസ് കുറേ നമ്മൾ കഴിച്ച് അവസാനം വയറ് നിറഞ്ഞിട്ട് അത്ര ഇതാവുന്ന രീതിയിൽ നമുക്ക് ഫുഡ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു എല്ലാം. അതേപോലെ തന്നെ മറ്റ് ഫുഡ് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ ഇതാണെങ്കിൽ സാലഡ് സെക്ഷൻ. സാലഡും കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാലഡ്സ് ഉണ്ടായിരുന്നു. അതേപോലെ കുറച്ച് സ്നാക്സ് ഐറ്റംസ്. നമ്മളിപ്പം നോമ്പ് തുറക്കുമ്പോൾ സ്നാക്സൊക്കെ വെച്ചിട്ടില്ല, അപ്പോൾ സ്നാക്സ് അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നോക്കിയപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം കണ്ടു. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബിരിയാണി കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ബിരിയാണി. പിന്നെ ഇത് നല്ല വെസൽസൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ വിളമ്പി വെച്ചേക്കുന്നതൊക്കെ. ഇതെന്തൊരു കറിയായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്നും അത്ര പിടികിട്ടുന്നില്ല പറയുമ്പോൾ തന്നെ. ഇത് ഏതോ ഒരു ചിക്കൻ, അത് ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഒരു വളരെ കുറച്ചെടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതെന്താ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുക്കില്ല, കുറച്ചൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഇത് അടുത്ത ഫുഡ്. ഇത് പിന്നെ നമ്മളുടെ പൊട്ടറ്റോ വെഡ്ജസ് ആണത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. വെഡ്ജസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ നല്ല ഇഷ്ടമുള്ള സാധനം. പിന്നെ ഇത് പാസ്തയായിരുന്നു. അതും ഞാൻ ചെറുതായിട്ട് കുറച്ചൊന്ന് എടുത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ റെഡിയാക്കുന്ന പോലെ നമ്മളുടെ അതേ ടേസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ചൊന്ന് എടുത്തു. അതേപോലെ പിന്നെ നൂഡിൽസ്, അതും വളരെ കുറച്ച് എടുത്തു. പിന്നെ നൂഡിൽസ് ഞാൻ മോൾക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ സാലഡ്സൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള കുറേ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഇതൊന്നും ഞാൻ എടുത്തില്ല, വെറുതെ ഞാൻ വീഡിയോയിൽ കാണിച്ചത്. പിന്നെ ചോക്ലേറ്റ് ഫൗണ്ടൻ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാ വയറൊക്കെ നിറഞ്ഞിട്ട് അനങ്ങാൻ വയ്യാത്ത രീതിയിൽ തിരിച്ചു പോവാണ്. അങ്ങനെ നമുക്ക് ഭയങ്കര സർപ്രൈസായിട്ട് ആയിരുന്നു ഇന്നത്തെ ഫുഡ് അടിയും കാര്യങ്ങളും ഒക്കെ. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. പെർ ഹെഡ് 100 റിയാലായിരുന്നു, ഒരാൾക്ക് 100 റിയാൽ, അങ്ങനെയായിരുന്നു അന്നത്തേത്. എന്തായാലും നല്ല ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.